എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 25-ാമത്തെ സർഗത്തിലെ 15 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതിൽ 21 വരെയുള്ള ശ്ലോകങ്ങൾ സാധാരണ രീതിയിലുള്ള അനുഷ്ഠുപ്പ് വൃത്തത്തിലും 22-ാമത്തേത് 3 വരികളിലായിട്ട്, 3 അല്ല ശരിക്കും 12 വരികളുണ്ട്, അങ്ങനെയുള്ള അനുഷ്ഠുപ്പ് വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. അത് ആർഷമായിട്ടുള്ള ചില പ്രയോഗങ്ങളാണ്, വേദങ്ങളിലൊക്കെ കാണുന്ന പോലെയുള്ള പ്രയോഗങ്ങളാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഈ ഒരു കാട് എന്ന് പറയുന്നത് താടക വസിക്കുന്ന കാടാണ്. താടക ഏറ്റവും ദുരാചാരമുള്ള ഒരു രാക്ഷസിയാണ്, അവളെ വധിക്കണം എന്ന് പറയുകയാണ് ചെയ്യണത്. ശാപം കൊണ്ട് ഒരു രാക്ഷസിയായി തീർന്നവളാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വിശ്വാമിത്രൻ ശ്രീരാമനോട് പറയാണ്. അതാണ് 15-ാമത്തെ ശ്ലോകത്തിൽ തുടങ്ങുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. ഏനാം രാഘവ ദുർവൃത്താം യക്ഷീം പരമദാരുണാം ഗോബ്രാഹ്മണഹിതാർത്ഥായ ജഹി ദുഷ്ടപരാക്രമാം. ഹേ രാഘവ, അല്ലയോ ശ്രീരാമ, ഏനാം ദുർവൃത്താം പരമദാരുണാം യക്ഷീം, ഇപ്രകാരമൊക്കെ ചീത്ത പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതാണ് ദുർവൃത്ത. അവളുടെ വൃത്തം അഥവാ വ്യാപാരം അല്ലെങ്കിൽ ജീവിതമൊക്കെ തന്നെ വളരെ ചീത്ത രീതിയിലാണ്. അതായത് ജനങ്ങളെയൊക്കെ പിടിച്ചു കൊല്ലുക, തിന്നുക, ഇതൊക്കെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുരുഷാദിനിയാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പരമദാരുണയായ, ഏറ്റവും ഭീകരിയായിട്ടുള്ള, പേടിപ്പിക്കുന്ന, എല്ലാവർക്കും ഭയങ്കരിയായിരിക്കുന്ന ആ യക്ഷിയെ എന്തു ചെയ്യണം? ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹി, ആദ്യം ദുഷ്ടപരാക്രമാം എന്ന് ചേർത്തിട്ട് വേണം, ദുഷ്ടപരാക്രമാം ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹി. അവളെ അങ്ങനെ ദുഷ്ടമായിട്ടുള്ള, ഏറ്റവും ക്രൂരമായിട്ടുള്ള പരാക്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ താടകയെ ഗോക്കൾക്കും ബ്രാഹ്മണർക്കും വേണ്ടിയിട്ട് അവരുടെ ഹിതത്തിനായിക്കൊണ്ട് വധിച്ചാലും എന്നാണ് ശ്രീരാമനോട് വിശ്വാമിത്രൻ പറയണത്. അതായത് ഗോക്കളും ബ്രാഹ്മണരുമാണ് പരമധാർമ്മികന്മാരായിട്ട് പ്രഖ്യാതമായിരിക്കുന്നത്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ, അവരെയാണ് ബ്രാഹ്മണർ. മനുഷ്യരെ അങ്ങനെയുള്ളവരെ ബ്രാഹ്മണരെന്നും, ജീവിവർഗത്തിലത് പശുക്കളുമാണ്. തൻ്റെ പാല് കുട്ടിക്ക് വേണ്ടിയിട്ട് നൽകേണ്ടതായ ആ പാല് മറ്റുള്ളവർക്ക് കൂടി, മനുഷ്യർക്ക് കൂടി നൽകുന്നവളാണ് ധേനു. അതുപോലെ തന്നെ പശുവിൻ്റെ എല്ലാ സാധനങ്ങളും ഈ ലോകത്തെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്, ആവശ്യമുള്ളതാണ്. മനുഷ്യർ അറിവുള്ളവരെയാണ് ബ്രാഹ്മണർ എന്ന് വിളിച്ചിരുന്നത്. അവർ ലോകോപകാരികളാണ്. അപ്പോൾ ലോകോപകാരികളായിട്ടുള്ള ജനങ്ങൾക്കും അതുപോലെ ഗോക്കൾക്കും വേണ്ടി ആ താടകയെ അങ്ങ് വധിക്കൂ എന്നാണ് വിശ്വാമിത്രൻ പറയണത്. എന്നിട്ട് ബാക്കി എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് എന്നുള്ള ഭാഗങ്ങളൊക്കെയാണ് 16 മുതലുള്ള ശ്ലോകങ്ങളിൽ കാണാൻ പറ്റുക. നമുക്ക് 16-ാമത്തെ ശ്ലോകം നോക്കാം. നഹ്യേനാം ശാപസംസൃഷ്ടാം കശ്ചിദുത്സഹതേ പുമാൻ നിഹന്തും ത്രിഷു ലോകേഷു ത്വാമൃതേ രഘുനന്ദന. ഈ താടക സാധാരണഗതിയിലുള്ളൊരു രാക്ഷസി മാത്രമല്ല, ശാപം കിട്ടിയിട്ട് രാക്ഷസിയായതാ. അതുകൊണ്ടാണ് ഇത്രയ്ക്കധികം ഉപദ്രവങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളെ സഹിക്കാൻ ലോകത്ത് ആർക്കും സാധിക്കില്ല. അതാണ് ഇവിടെ പറയണത്. നഹ്യേനാം ശാപസംസൃഷ്ടാം കശ്ചിത് ഉത്സഹതേ പുമാൻ. ഈ ലോകത്ത് ആർക്കും തന്നെ, ഒരു പുരുഷന് പോലും അല്ലെങ്കിൽ ഒരു മനുഷ്യന് പോലും ശാപസംസൃഷ്ടയായിട്ടുള്ള അവളെ, താടകയോട് പൊരുതാനോ എതിരിട്ട് നിൽക്കാനോ സാധിക്കുകയില്ല. ന ഉത്സഹതേ, അങ്ങനെ ഒരാളെ, അതായത് ശാപം കൂടി വന്നതുകൊണ്ട് കുറേ കൂടി ദുരാചാരയായിട്ടിരിക്കുന്ന ആ താടകയെ വധിക്കാൻ അല്ലെങ്കിൽ താടകയെ ഇല്ലായ്മ ചെയ്യാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ശ്രീരാമന് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് ഇവിടെ പറയണത്. നിഹന്തും ത്രിഷു ലോകേഷു ത്വാമൃതേ രഘുനന്ദന. അല്ലയോ രഘുനന്ദന, രാഘവ വംശത്തിന് സന്തോഷവും ആഹ്ലാദവും ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലയോ ശ്രീരാമ, അങ്ങയ്ക്കല്ലാതെ, നിനക്കല്ലാതെ, ത്വാമൃതേ ത്രിഷു ലോകേഷു ശാപസംസൃഷ്ടാം ഏനാം നിഹന്തും ന ഉത്സഹത്തെ. അങ്ങയ്ക്കല്ലാതെ, നിനക്കല്ലാതെ ഈ 3 ലോകത്തിലുള്ള ഒരാൾക്ക് പോലും ഈ താടകയെ, ശാപസംസൃഷ്ടയായിട്ടുള്ള, ശാപം ഗ്രസിച്ചത് കൊണ്ട്
ദുർവൃത്തയായി തീർന്ന ഈ താടകയെ വധിക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല എന്ന് ശ്രീരാമനോട് വിശ്വാമിത്രൻ പറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു സംശയമാണ്. അതാണ് 17ാമത്തെ ശ്ലോകം. നഹിതേ സ്ത്രീവധകൃതേ ഘൃണാകാര്യ നരോത്തമ ചാതുർവർണ്യഹിതാർത്ഥം ഹി കർത്തവ്യം രാജസൂനുന. ഇവിടെ ഈ താടക എന്ന് പറയുന്നത് സ്ത്രീയാണല്ലോ, അങ്ങ് ഒരു പുരുഷനുമാണ്. അതായത് ആയുധം കൊണ്ട് വധിക്കുക, ആദ്യം തന്നെ സ്ത്രീയെ വധിക്കുക, പ്രത്യേകിച്ച് പുരുഷൻ ഒരു സ്ത്രീയെ വധിക്കുക എന്നൊക്കെ പറയണത് തെറ്റല്ലേ എന്നുള്ളൊരു തോന്നൽ അങ്ങേക്കുണ്ടാവും. അതാണ് നഹിതേ സ്ത്രീവധകൃതേ ഘൃണാകാര്യ നരോത്തമ. അല്ലയോ നരോത്തമ, മനുഷ്യരിൽ വെച്ച ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അല്ലയോ ശ്രീരാമ, അങ്ങേക്ക് തേ സ്ത്രീവധകൃതേ ഘൃണ ന കാര്യ. ഒരു സ്ത്രീയെ വധിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു അറപ്പോ അല്ലെങ്കിൽ ആശങ്കയോ സംശയമോ ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു സ്ത്രീയെ വധിക്കാൻ പാടുമോ എന്നുള്ളത്, സ്ത്രീകൾക്ക് നേരെ ആയുധങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്ന് പൊതുവേ ഒരു നിയമമുണ്ടല്ലോ, അത് വിചാരിച്ചിട്ട് ഈ താടകയുടെ നേർക്ക് ആയുധമെടുക്കാൻ അങ്ങ് ശങ്കിക്കേണ്ട കാര്യമില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് പറയാണ്. ചാതുർവർണ്യഹിതാർത്ഥം ഹി കർത്തവ്യം രാജസൂനുന. രാജാവിൻ്റെ അഥവാ രാജകുമാരൻ്റെ കർത്തവ്യമെന്ന് പറഞ്ഞാൽ 4 വർണ്ണങ്ങളെയും, 4 വർണ്ണങ്ങളെന്ന് വെച്ചാൽ അതിൽ പെടുന്നവരാണ് ജനങ്ങളധികവും. അതായത് പലതരം കർമ്മങ്ങൾ ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരായിട്ടുള്ള ജനങ്ങൾക്ക് അവർക്ക് മുഴുവനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് അങ്ങ് ഈ കർത്തവ്യം ചെയ്യേണ്ടതാണ്. അത് രാജാക്കന്മാർ ചെയ്യാറുള്ളതാണ്. മനുഷ്യരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രഥമമായിട്ടുള്ള കർത്തവ്യം. അതുകൊണ്ട് അവർക്കെല്ലാവർക്കും ദോഷമുണ്ടാക്കുന്നവളായ ഈ താടകയെ സംരക്ഷിക്കേണ്ട, അല്ലെങ്കിൽ അവൾക്കെതിരെ ഒരു നടപടി എടുക്കണോ എന്ന് ആശങ്കിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് പലതവണ ആവർത്തിച്ച് വിശ്വാമിത്രൻ ശ്രീരാമന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. രാജസൂനുന ചാതുർവർണ്യഹിതാർത്ഥം കർത്തവ്യം ഹി. രാജകുമാരന് അഥവാ രാജാക്കന്മാരുടെ വംശത്തിൽ പിറന്നവർക്കൊക്കെ അവരുടെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്യഹിതം. ചാതുർവർണ്ണ്യം എന്നുള്ളത് കൊണ്ട് തദ്ദേശവാസികളായിട്ടുള്ള, രാജ്യത്ത് വസിക്കുന്നവരായിട്ടുള്ള ജനങ്ങളുടെ ഹിതം നിലനിർത്തുക, അവരുടെ ഹിതത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു സ്ത്രീവധം ചെയ്യാൻ പാടോ ഇല്ലയോ എന്നുള്ള ആശങ്കകളൊന്നും വേണ്ട എന്ന് ഉറപ്പിച്ചു പറയാണ്. അതുപോലെ തന്നെ വീണ്ടും ഇത് 2-3 ശ്ലോകങ്ങളിൽ കാണാം. ഈ ഒരു സർഗം കഴിയണത് വരെ ഇങ്ങനെ താടകയെ വധിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണതാണ് കാണുന്നത് ഈ 22ാമത്തെ ശ്ലോകം വരെയും. നമുക്ക് 18ാമത്തെ ശ്ലോകം നോക്കാം. നൃശംസം വാ പ്രജാരക്ഷണകാരണാത് പാതകം വാ സദോഷം വാ കർത്തവ്യം രക്ഷതാ സദാ. സദാ രക്ഷത, അതായത് രക്ഷത എന്ന് പറഞ്ഞാൽ എല്ലാവരെയും രക്ഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരാളാൽ ആ ആൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നൃശംസമാണോ അനൃശംസമാണോ, അതായത് ചെയ്യാൻ പോണ പ്രവൃത്തി ക്രൂരതയാണോ അല്ലെങ്കിൽ ക്രൂരതയല്ലാത്തതാണോ, ശരിയാണോ തെറ്റാണോ എന്നൊന്നും കൂടുതലായിട്ട് ആലോചിക്കാറില്ല. പ്രജാരക്ഷണകാരണാത്, അവിടെ ഒരൊറ്റ നീതിയേ ഉള്ളൂ, പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ളത്. പ്രജകൾക്ക് ആർക്കും ഈ വഴിയെ സഞ്ചരിക്കാൻ പറ്റണില്ല, ഇവിടെ താമസിക്കാൻ പറ്റണില്ല, അവരെയൊക്കെ പിടിച്ച് തിന്നാണ്. പുരുഷാദിനിയാണ് ഇവിടുത്തെ യക്ഷിണിയായിട്ടുള്ള താടക എന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ പ്രജകളെയൊക്കെ സംരക്ഷിക്കേണ്ടത്, അവർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് ഭരിക്കുന്നവരാണ്, രാജാക്കന്മാരാണ്. അതുകൊണ്ട് ഇവളെ വധിക്കുന്നത് ആനൃശംസ്യമാണോ നൃശംസമാണോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അത് രാജ്യധർമ്മമാണ്. പാതകം വാ സദോഷം വാ, അത് കഠിനമായിട്ടുള്ള തെറ്റാണോ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ളൊരു തെറ്റാണോ അല്ലെങ്കിൽ അത് തെറ്റല്ലേ എന്നൊന്നും ആലോചിക്കേണ്ട. അല്ലയോ ശ്രീരാമ, അങ്ങ് ഈ രാജ്യം മുഴുവനും ഇവിടുത്തെ പ്രജകളെ മുഴുവനും സംരക്ഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ആളാണല്ലോ. അതുകൊണ്ട് അങ്ങ് അവളെ വധിക്കുക തന്നെ വേണം. 19ാമത്തെ ശ്ലോകം നോക്കാം. രാജ്യഭാരനിയുക്താനാമേഷ ധർമ്മ സനാതന അധർമ്മ്യാം ജഹികാകുത്സ്ഥ ധർമ്മോ ഹ്യസ്യാം ന വിദ്യതേ. രാജ്യഭാരനിയുക്താനാമേഷ ധർമ്മ സനാതന. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ ഒരു വധം
ഇങ്ങനെ ഒരാളെ വധിക്കാമോ, പാടുമോ പാടില്ലേ എന്നുള്ളതൊക്കെ ആലോചിക്കാം. അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രജാരക്ഷണം അവരുടെ ചുമതലയല്ല. ഇവിടെ പ്രജകളെ മുഴുവനും രക്ഷിക്കുക എന്നുള്ള ആ ഒരു കർത്തവ്യം ഏറ്റെടുത്തൊരു രാജാവ് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അതല്ല പ്രശ്നം. പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതാണ് രാജ്യഭാര നിയുക്താനാം. രാജ്യഭാരത്തിൽ നിയോഗിക്കപ്പെട്ടവരായിട്ടുള്ള രാജാക്കന്മാർക്ക് എല്ലാവർക്കും തന്നെ ഏഷധർമ്മ സനാതന, ഈ ഒരു ധർമ്മം ചിരകാലമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് അവിടെ തെറ്റോ ശരിയോ ഒന്നും നോക്കാൻ അവർക്ക് നേരമില്ല. അവർക്ക് പ്രജകളെ സംരക്ഷിക്കലാണ് മുഖ്യമായിട്ടുള്ള ധർമ്മം. അതുകൊണ്ട് ഇവിടെ ഈ സ്ത്രീവധത്തിലുള്ളതായ അധർമ്മ ചിന്തകളെയൊക്കെ കളഞ്ഞോളൂ. അധർമ്മ്യാം ജഹി കാകുത്സ്ഥ, അല്ലയോ കാകുത്സ്ഥ, അങ്ങ് ഈ ഒരു അധർമ്മ പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നുള്ള തോന്നലൊക്കെ കളഞ്ഞിട്ട് അവളെ വധിക്കൂ. ധർമ്മോ ഹ്യസ്യാം ന വിദ്യതേ, അവളിൽ അല്പം പോലും ഒരു കണിക പോലും ധർമ്മത്തിൻ്റെ അംശം കിടക്കുന്നില്ല. അതായത് എല്ലാ രീതിയിലും ചീത്തപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവളാണ് താടക. ആ താടകയെ വധിച്ചു എന്നുള്ളത് കൊണ്ട് യാതൊരു അധർമ്മവും അങ്ങയ്ക്ക് വരാനില്ല. മാത്രമല്ല രാജ്യകാര്യങ്ങളിൽ നിയുക്തനായിട്ടുള്ള രാജാക്കന്മാർക്ക് ഇതൊക്കെ പറഞ്ഞു വച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അങ്ങ് വധിച്ചാലും ശങ്കിക്കേണ്ട കാര്യമില്ല. അതിനൊരു ഉദാഹരണം പറയാണ് 20ാമത്തെ ശ്ലോകത്തിൽ. ശ്രൂയതേ ഹി പുരാ ശക്രോ വിരോചനസുതാം നൃപ പൃഥ്വീം ഹന്തുമിച്ഛന്തീം മന്ധരാമഭ്യസൂദയത്. ശ്രൂയത്തെ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. പണ്ട് നടന്ന ചില സംഭവങ്ങളെ പറ്റിയിട്ട് ഉദാഹരണമായിട്ട് പറയാണ്. പുരാ, പണ്ട് ശക്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ എന്താ ചെയ്തത്? വിരോചനസുതാം മന്ധരാം, അല്ലയോ രാജാവേ നൃപ എന്നാണ് വിളിക്കുന്നത്. അല്ലയോ രാജകുമാര ശ്രീരാമ, വിരോചനൻ എന്ന് പറഞ്ഞ ഒരാളുടെ, രാക്ഷസൻ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ പുത്രിയായിട്ടുള്ള മന്ധരയെ, ആ മന്ധര എന്ത് ചെയ്യാനാണ് പുറപ്പെട്ടത്? പൃഥ്വീം ഹന്തുമിച്ഛന്തീം മന്ധരാം അഭ്യസൂദയത്. ലോകത്തെ മുഴുവനും, ഭൂമിയെ മുഴുവനും തകർക്കാൻ ശ്രമിച്ചവളായ, പൃഥ്വിയെ നശിപ്പിക്കാൻ പുറപ്പെട്ടവളായിട്ടുള്ള മന്ധരയെ, മറ്റൊരു മന്ധരയാണ്. ശ്രീരാമൻ്റെ കൂട്ടത്തിലുള്ള അവിടുത്തെ തോഴിയായിട്ടുള്ള കൈകേയിയുടെ തോഴിയായിട്ടുള്ള മന്ധരയല്ല, ആ പേരുള്ള വേറൊരു രാക്ഷസി. അവൾ ഭൂമി മുഴുവനും നശിക്കാൻ ഒരുമ്പെട്ടു അത്ര ഒരിക്കൽ. അവളെ എന്തു ചെയ്തു? പണ്ട് ഇന്ദ്രൻ അഭ്യസൂദയത്, ഇന്ദ്രൻ അവളെ, ആ മന്ധരയെ വധിച്ചതായിട്ടും കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്ത്രീവധം എന്നുള്ളത് ഏറ്റവും ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്ന, ലോകത്തിന് മുഴുവനും ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ജനങ്ങളെ മുഴുവനും വധിക്കുകയും കൊല്ലുകയും തിന്നുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകളെ വധിക്കുന്നതിൽ തെറ്റില്ല. സ്ത്രീയാണെന്നുള്ളത് കൊണ്ട് വധ്യയല്ല എന്നില്ല, അവളെ വധിക്കാം. അതിനൊരു ഉദാഹരണമാണ് വിരോചനന്റെ പുത്രിയായിട്ടുള്ള മന്ധരയെ പണ്ട് ഇന്ദ്രൻ വധിച്ചു അത്രേ. ഇനി മറ്റൊരാളാണ് വിഷ്ണുനാച പുരാരാമ ഭൃഗുപത്നി പതിവ്രത അനിന്ദ്രം ലോകമിച്ഛന്തി കാവ്യമാതാ നിഷൂദിത. പണ്ട് വിഷ്ണുന, ഇത് ഇന്ദ്രൻ വധിച്ച കാര്യം പറഞ്ഞു. ഇനി ഭഗവാൻ മഹാവിഷ്ണു ഒരു സ്ത്രീയെ വധിച്ചിട്ടുണ്ട്. അതാണ് പറയണത്. ഭൃഗുപത്നി, പതിവ്രത ഭൃഗുപത്നി. ഭൃഗു എന്ന് പറഞ്ഞ മുനിയുടെ പത്നിയും പതിവ്രതയും ഒക്കെ ആയിരുന്നു. അതായത് ഭർത്താവിനോട് വളരെ പാതിവ്രത്യമൊക്കെ ഉണ്ടാക്കി, അതായത് വളരെ ചിട്ടയായിട്ട് ജീവിച്ചിരുന്ന ഒരു മുനിപത്നിയാണ്. പക്ഷേ അവരുടെ ദോഷം എന്തായിരുന്നു? ലോകം അനിന്ദ്രമിച്ഛന്തി, ലോകത്തെ ഇന്ദ്രനില്ലാതെയായി കാണണമെന്ന് ആഗ്രഹിച്ച സാ കാവ്യമാത. കാവ്യൻ എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യരാണ്. ശുക്രാചാര്യരുടെ അമ്മയായിട്ടുള്ള ഒരു മുനിപത്നിയെ, പേര് എവിടെയും പറയണില്ല, വ്യാഖ്യാനത്തിനും കാണാൻ പറ്റിയില്ല, അവരെ പണ്ടൊരിക്കൽ വിഷ്ണുവിനാൽ വധിക്കപ്പെട്ടിട്ടുണ്ട് അവർ. അതായത് ഭൃഗുവിൻ്റെ പത്നിയാണ്, പതിവ്രതയാണ്, ശുക്രാചാര്യരുടെ അമ്മയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ആഗ്രഹം എന്തായിരുന്നു? ലോകത്ത് ഇന്ദ്രൻ ഉണ്ടാവരുത്, ഇന്ദ്രനെ വധിക്കണമെന്നോ ഇന്ദ്രൻ ഇല്ലാതെയാവണമെന്നൊക്കെ കരുതി അതിനായിട്ട് പ്രയത്നിച്ച ആ മുനിപത്നിയെ ഭഗവാൻ മഹാവിഷ്ണു തന്നെ വധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ദ്രൻ വധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഭഗവാൻ മഹാവിഷ്ണു വധിച്ചിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെ ലോകോപദ്രവകാരിയായിട്ടുള്ള താടകയെ
അങ്ങേക്ക് വധിക്കാമല്ലോ എന്ന് ഉദാഹരണ സഹിതം വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് 22ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഏതൈശ്ച അന്യൈശ്ച ബഹുഭീ രാജപുത്രൈർമഹാത്മഭി അധർമ്മഹിതാ നാര്യോ ഹതാ പുരുഷസത്തമൈഃ തസ്മാദേനാം ഘൃണാം ത്യക്ത്വാ ജഹിമച്ഛാസനാൻ നൃപാ. ഇപ്രകാരം പല പല ഉദാഹരണങ്ങൾ ഇനി അന്വേഷിച്ചാലും കാണാൻ പറ്റും. അതാണ് ഇവിടെ പറയണത്. ഏതൈഹി ച അന്യൈഹി ച ബഹുഭീ രാജപുത്രൈഹി മഹാത്മഭീ. ഇപ്രകാരം ധാരാളം മഹാത്മാക്കളായിട്ടുള്ള രാജകുമാരന്മാരാൽ പണ്ട് നടന്നിട്ടുള്ള കഥകൾ ഇനിയുണ്ട്. അതായത് വിശ്വാമിത്രൻ്റെ മനസ്സിൽ കുറേ കഥകൾ പിന്നെയും വന്നിട്ടുണ്ടാവും. അതൊന്നും പറഞ്ഞില്ല. 2 ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടായത്. എത്ര കണ്ട് ഉത്തമയാണ് ആ സ്ത്രീ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ലോകത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അവരെ വധിക്കുക തന്നെ വേണം. അതാണ് 2 ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഇനി ഇതുപോലെ എത്രയോ കഥകൾ, ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ശ്രേഷ്ഠന്മാരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകളെ വധിച്ച കഥകൾ ഇനിയുമുണ്ട്. അധർമ്മഹിതാ നാര്യ, അവരൊക്കെ, അതായത് പുരുഷന്മാരെ ധാരാളം വധിച്ചിട്ടുണ്ടാവാം. അതേപോലെ അധർമ്മത്തിൽ താല്പര്യമുള്ളവരായിട്ടുള്ള സ്ത്രീകളെയും ഇന്ദ്രനും വിഷ്ണുവും അതുപോലെയുള്ള ദേവന്മാർ വധിച്ചിട്ടുണ്ട്. അധർമ്മഹിതാ നാര്യ പുരുഷസത്തമൈഹി ഹതാഹ. ശ്രേഷ്ഠന്മാരായിട്ടുള്ള അങ്ങനെ ദേവന്മാരാലൊക്കെ വധിക്കപ്പെട്ടിട്ടുണ്ട്. തസ്മാത്, അതുകൊണ്ട് ഏനാം താടകാം, ഈ താടകയെ ഘൃണാം ത്യക്ത്വാ, മടിയൊക്കെ കളഞ്ഞിട്ട് സംശയമൊക്കെ മാറ്റിവച്ചിട്ട് മച്ഛാസനാത് ജഹി, എൻ്റെ ശാസനമനുസരിച്ച് ഞാൻ പറയണത് കേട്ടുകൊണ്ട് അവളെ വധിക്കൂ. അല്ലയോ നൃപ, അല്ലയോ രാജകുമാര, അങ്ങ് താടകയെ വധിച്ചോളൂ എന്ന് അനുമതി കൊടുക്കുകയാണ് വിശ്വാമിത്രൻ ഇവിടെ ചെയ്യണത്. ഇനി അത് കേട്ടിട്ട് എന്താണ് ശ്രീരാമൻ ചെയ്യണത് എന്നുള്ളത് 26ാമത്തെ സർഗത്തിൽ നമുക്ക് കാണാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. നഹ്യേനാം ശാപസംസൃഷ്ടാം കശ്ചിദുത്സഹതേ പുമാൻ നിഹന്തും ത്രിഷു ലോകേഷു ത്വാമൃതേ രഘുനന്ദന. നഹിതേ സ്ത്രീവധകൃതേ ഘൃണാകാര്യ നരോത്തമ ചാതുർവർണ്യഹിതാർത്ഥം ഹി കർത്തവ്യം രാജസൂനുനാ. നൃശംസമനൃശംസം വാ പ്രജാരക്ഷണകാരണാത് പാതകം വാ സദോഷം വാ കർത്തവ്യം രക്ഷതാ സദാ. രാജ്യഭാരനിയുക്താനാമേഷ ധർമ്മഃ സനാതന അധർമ്മ്യാം ജഹി കാകുത്സ്ഥ ധർമ്മോ ഹ്യസ്യാം ന വിദ്യതേ. ശ്രൂയത്തെ ഹി പുരാ ശക്രോ വിരോചനസുതാം നൃപ പൃഥിവീം ഹന്തുമിച്ഛന്തീം മന്ധരാമഭ്യസൂദയത് വിഷ്ണുനാ ച പുരാ രാമ ഭൃഗുപത്നീ പതിവ്രത അനിന്ദ്രം ലോകമിച്ഛന്തി കാവ്യമാതാ നിഷൂദിത. ഏതൈശ്ചാന്യൈശ്ച ബഹുഭീ രാജപുത്രൈർമഹാത്മഭിः അധർമ്മഹിതാ നാര്യോ ഹതാ പുരുഷസത്തമൈഃ തസ്മാദേനാം ഘൃണാം ത്യക്ത്വാ ജഹിമച്ഛാസനാൻ നൃപ. മച്ഛാസനാൻ നൃപ എന്ന് പറയുമ്പോൾ മത് ശാസനാത് നൃപ, നൃപ എന്നുള്ളത് സംബോധനയാണ്. അല്ലയോ രാജകുമാര, മച്ഛാസനാത്, എൻ്റെ നിയോഗമനുസരിച്ച് ഈ താടകയെ വധിച്ചോളൂ എന്നർത്ഥം. അങ്ങനെ ശ്രീരാമൻ താടകാവധത്തിനായിട്ട് പുറപ്പെടുകയാണ്. അതൊക്കെ അടുത്ത ദിവസത്തെ ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.